ഞാനൊരു കുന്തത്തിന് എതിർത്തൊന്നും പറയുന്നുണ്ട്. പക്ഷേ മുഹമ്മദ് ഇവിടെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് രാജി വെക്കാതെ തന്നെ അവരോട് സംസാരിച്ച് അവരുടെ ഒരു സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചതിൻ്റെ ആ ഒരു ദേഷ്യം അണികൾക്കുണ്ട്. CPM തന്നെ കുറേയധികം ആൾക്കാർ ഈ പ്രാവശ്യം ഒന്ന് BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ UDFന് വോട്ട് ചെയ്തിട്ടുണ്ടാവാം. നല്ല സഖാക്കൾ, നല്ല കമ്മ്യൂണിസ്റ്റുകാർ, ഈ നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ പ്രാവശ്യം UDFന് തന്നെയാണ് വോട്ട് ചെയ്തത്. Jam June Hypermarket, exceeding expectations. നമ്മളെ മങ്കടി പെരിന്തൽമണ്ണ UDFന്, സംസ്ഥാന UDFന്. അപ്പം കൊരടമ്പാലം ബൈപ്പാസ് ഒരു സംശയമില്ല, നമ്മൾ ആദ്യത്തെ ഒരു വർക്ക് ഓരോടമ്പാലും ബൈപ്പാസ്സായിരിക്കും. അതിനു വേണ്ടിയുള്ള ശ്രമമാണ് നിങ്ങൾ ആദ്യമായിട്ട് നടത്തുക. ഗവൺമെൻറ് വന്ന ഉടനെ സാമ്പത്തിക സ്ഥിതിയൊക്കെ നോക്കി പെട്ടെന്ന് തന്നെ അതിനുള്ള പ്രവർത്തനം ആരംഭിക്കാൻ എല്ലാ ഏർപ്പാടുകളും ചെയ്യും. 45,000 മുകളിൽ 45,935 വോട്ടുകളാണ്. അത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത്രയ്ക്കധികം ഉയർന്നു വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഈ കേരളം ഭരിച്ചിരുന്ന സർക്കാരിൻ്റെ ദുർഭരണത്തിലുള്ള വിധിയെഴുത്താണ്. എന്തൊക്കെയാണ് അവർ ചെയ്തു കൂട്ടിയത്? എല്ലാം LDF എന്ന് പറയാന്നല്ലാതെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഈ ഭരണം കൊണ്ടുണ്ടായിട്ടുണ്ടോ? ഇല്ലാത്ത കാര്യങ്ങൾ കുറേ ഊതി ഉറപ്പിക്കുക. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ബോർഡ് വെച്ചില്ല, അതിന് എത്ര കോടി രൂപയാണ് ചിലവഴിച്ചത്? LDF അല്ലാതെ വേറെ ആരുണ്ടെന്ന് ആ ബോർഡിൽ തന്നെയാണുള്ള ഏറ്റവും വലിയ ധാർഷ്ട്യവും അഹങ്കാരം. അത് കാണുന്നില്ല സാധാരണ ജനങ്ങൾ. അതിനെതിരുള്ളൊരു വിധിയെഴുത്ത്, ആ ബോർഡിനുള്ള എതിരുള്ളൊരു വിധിയെഴുത്ത്. ഇത്രയും മോശമായ ഒരു എണ്ണത്തിലേക്ക് LDF പോയിട്ടില്ലല്ലോ മുൻപൊന്നും. 35 സീറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല. ഇത്രയും മോശമായൊരു സ്ഥിതിയിലേക്ക് ഒരിക്കലും LDF മുമ്പിലേക്ക് പോയിട്ടില്ല. CPMന് വളരെ ചുരുക്കം സീറ്റുകളേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത്രയും മോശമായ ഒരു അധപതനം ഈ പാർട്ടിക്ക് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ നേതാക്കന്മാരുടെ ദുർഭരണം തന്നെയാണ്. അവർക്ക് അവരുടെ കുടുംബത്തിന് മാത്രമുള്ള ഒരു ജീവിതമാണ് അവർ കണ്ടിട്ടുള്ളത്, അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഈ നാടിനെ തന്നെ നശിപ്പിച്ചു. അതിന് ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം UDFന് എല്ലാവരും വളരെ വലിയ രീതിയിലുള്ള വോട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു കൊടുങ്കാറ്റാണ് എഗെയിൻസ്റ്റ് LDF. അപ്പോൾ അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ ജനങ്ങൾക്ക് വേണ്ടിയുള്ള കുറേ നല്ല കാര്യങ്ങൾ അവർ ചെയ്തു തീർക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ.